മക്കൾക്ക് വേണ്ടിയുള്ള സമ്പാദ്യം. സഭാപ്രസംഗി 2-ാം അധ്യായം 18 മുതൽ 26 വരെ. ധ്യാനത്തിനായിട്ട് 18-19 വാക്യങ്ങൾ. സൂര്യന് കീഴെ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു. എൻ്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യനെ ഞാനത് വെച്ചേക്കേണ്ടി വരുമല്ലോ. അവൻ ജ്ഞാനിയായിരിക്കുമോ ഭോഷനായിരിക്കുമോ ആർക്കറിയാം. എന്തായാലും ഞാൻ സൂര്യന് കീഴെ പ്രയത്നിച്ചതും ജ്ഞാനം വിളങ്ങിച്ചതുമായ സകല പ്രയത്നഫലത്തിന്മേലും അവൻ അധികാരം പ്രാപിക്കും. അതും മായയത്രേ. ദുരുപദിഷ്ടനായ അബ്ശലോം രാജകുമാരൻ തൻ്റെ പിതാവായ ദാവീദ് രാജാവിനെ എതിരെ കൂട്ടുകെട്ടുണ്ടാക്കി ഇസ്രായേലിനെ സംഘടിപ്പിച്ച് അദ്ദേഹത്തോട് പടയ്ക്ക് പുറപ്പെട്ടു. അബ്ശലോമിൻ്റെ സൈന്യവും ദാവീദ് രാജാവിൻ്റെ സൈന്യവും ഏറ്റുമുട്ടി. അബ്ശലോം യുദ്ധത്തിൽ തോറ്റു. മാത്രമല്ല, കരുവേലക മരക്കൊമ്പുകളിൽ മുടി ഉടക്കി ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടക്കുകയും ചെയ്തു. ദാവീദിൻ്റെ സൈന്യം യുവരാജാവിനെ കുത്തി കൊലപ്പെടുത്തി. 2 ശമൂവേൽ 14 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ഇത് വ്യക്തമായി നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഈ ദുഃഖവാർത്ത അറിഞ്ഞ് ദാവീദ്, എൻ്റെ മകനെ അബ്ശലോമേ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞു. മക്കൾ മാതാപിതാക്കളെ എതിർക്കുകയും പല തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിബന്ധിക്കുകയും ചെയ്യുന്നത് അന്നു മാത്രമല്ല ഇന്നുമുണ്ട്. യുവ തലമുറയുടെ ഇടയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനുള്ള ദുർവാസനകൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇത് മാതാപിതാക്കളുടെ കണ്ണ് തുറപ്പിക്കേണ്ട വസ്തുതയാണ്. ദാവീദ് തൻ്റെ പുത്രനെ ചൊല്ലി വിലപിച്ചത് വൈകിയ വേളയിലായിരുന്നു. തൻ്റെ മക്കളുടെ മുൻപിൽ അദ്ദേഹം ജീവിച്ചത് മാതൃകാപരമായിട്ടല്ല എന്ന വസ്തുത വൈകിയ വേളയിലാണ് ഓർത്തത്. ഇതുപോലെ വൈകിയ വേളയിൽ വിലപിക്കുന്നവർ നമ്മുടെ ഇടയിലുമുണ്ടല്ലോ. മക്കൾക്ക് സ്നേഹം പകർന്നു കൊടുക്കുവാനോ അവരോട് കൂടി അല്പസമയമെങ്കിലും കഴിച്ചു കൂട്ടാനോ പല മാതാപിതാക്കൾക്കും കഴിയുന്നില്ല. ബിസിനസ്സും ജോലിയും ക്ലബ്ബുകളിലെ വിനോദ പരിപാടികളും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കുട്ടികൾ ഉറക്കം പിടിക്കും. കുട്ടികൾക്ക് പോക്കറ്റ് മണിയും വില കൂടിയ വസ്ത്രങ്ങളും മറ്റും നൽകുന്നതിൽ അവർ പിശുക്ക് കാണിക്കാറില്ല. എന്നാൽ മാതാപിതാക്കൾ നൽകുന്ന പണമോ ആഡംബര ജീവിത സൗകര്യങ്ങളോ അല്ല അവരുടെ മാതൃകാപരമായ ജീവിതവും സ്നേഹവുമാണ് കുട്ടികൾക്ക് മുഖ്യമായി വേണ്ടത്. സ്വപിതാവിൻ്റെ ഭക്തിയും ജീവിതവും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കണ്ടുകൊണ്ട് വളരുന്ന കുട്ടി വഴിതെറ്റി പോകുന്നതിൽ അത്ഭുതപ്പെടാനില്ല. മക്കൾ ലക്ഷാധിപന്മാരായി തീരണമെന്നാണ് മിക്ക മാതാപിതാക്കളുടെയും ആഗ്രഹം. എന്നാൽ അവർ ഭക്തി ചൈതന്യമില്ലാത്തവരും താന്തോന്നികളുമായി തീരുന്നെങ്കിൽ അവർക്ക് വേണ്ടി ആർജിക്കുന്ന സമ്പത്ത് വ്യർത്ഥമായി തീരും. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഇടവിടാതെ അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും ഉദാത്തമായ സമ്പത്ത് എന്ന് നാം ഓർക്കുക. കുടുംബജീവിതത്തിൽ മാതാപിതാക്കളും മക്കളും ചേർന്നുള്ള പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും സുപ്രധാനമായ സ്ഥാനമുണ്ട്. ജി കർട്രീസ് ജോൺസ് എന്ന ഗ്രന്ഥകാരൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇദ്ദേഹം യേൽ സർവകലാശാലയിൽ പഠിച്ചിരുന്ന കാലത്ത് ഏറ്റവും അധികം ഉത്തേജനം നൽകിയിരുന്നത് ഞായറാഴ്ചത്തെ ആരാധനയായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ആ സർവകലാശാലയിലെ പ്രിൻസിപ്പലും ഭക്തിയും അവരുടെ കുട്ടികളും പതിവായി ആരാധനയിൽ പങ്കെടുത്തു വന്നിരുന്നു. വിവിധ പ്രായക്കാരായ ആ വലിയ കുടുംബത്തിലെ കുട്ടികളെ കാണുന്നത് തന്നെ കൗതുകരമായിരുന്നു. ജീവിതത്തിൽ എന്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ ഒരിക്കലും വിസ്മരിക്കുകയില്ല. നമ്മുടെ ഏതെങ്കിലും കോളേജിന് ഇത്തരത്തിലുള്ള സൽപ്രേരണ നൽകുവാൻ കഴിയുന്നുണ്ടോ? നേരെമറിച്ച് പഠിച്ച കോളേജുകളോട് വിരക്തി തോന്നുന്ന അനുഭവങ്ങളല്ലേ പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഓർക്കണമേ, പണവും ബന്ധുത്വവും സ്വർഗത്തിൽ നിക്ഷേപം വയ്ക്കുന്നതിന് തടസ്സമാകരുത്. സദൃശവാക്യങ്ങൾ 22:6. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.